കിളിമാനൂരിലെ ഒട്ടുമിക്കയിടങ്ങളിലും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. കുടിവെള്ള വിതരണ പദ്ധതിക്കായി ചെലവിട്ടത് ലക്ഷങ്ങളാണെങ്കിലും യാതൊരു പ്രയോജനവും ഉണ്ടായില്ല. കുടിവെള്ളത്തിനായി ജനം നെട്ടോട്ടമോടുന്നു. കിളിമാനൂർ ഗ്രാമപഞ്ചായത്തിൽ കുടിവെള്ള വിതരണ പദ്ധതിക്കായി ചെലവിട്ടത് ലക്ഷങ്ങളാണ്. പക്ഷേ പലയിടങ്ങളിലും ഇപ്പോഴും കുടിവെള്ളക്ഷാമം രൂക്ഷമാണ്. ജലവിതരണ സംവിധാനങ്ങൾ കാര്യക്ഷമമല്ല എന്നതാണ് ഇതിന് കാരണം. കുടിവെള്ളക്ഷാമത്തിന് അറുതി വരുത്താനായി സ്ഥാപിച്ച 42 കുഴൽക്കിണറുകളിൽ ഇപ്പോഴുള്ളത് 3 എണ്ണം മാത്രം. കുടിവെള്ള വിതരണത്തിനായി 7 പദ്ധതികളാണ് തയ്യാറാക്കപ്പെട്ടത്. പക്ഷേ ഇവയിൽ മിക്കതും ആരംഭശൂരത്വത്തിൽ ഒതുങ്ങി, ചിലത് പാതി വഴിയിൽ നിലച്ചു. പഞ്ചായത്തിലെ കൈലാസംകുന്ന്, പനപ്പാകുന്ന്, തെന്നൂർ, തോപ്പിൽ, ഉള്ളൂർക്കോണം, കിളിക്കോട്ടുകോണം, ആരൂർ തുടങ്ങിയ പ്രദേശങ്ങളിൽ മിക്കപേരും കുടിവെള്ളത്തിനായി പരക്കം പായുകയാണ്. ഇതിന് ബുദ്ധിമുട്ട് തന്നെ. ആളുകൾ വെള്ളം കുടിയാതെ കിടന്ന് കട്ടപ്പെടുകയാണ്. അതായത് ഈ റോഡ് നന്നാക്കി വന്നപ്പോഴേ ഈ ടാങ്കിലെ വെള്ളം തീർന്നു. പൈപ്പ് പല വഴിക്കും വാരി കളഞ്ഞ് പലരും കൊണ്ടുപോയി. അല്ലാതെ വേറെ ഒന്നും ഇവിടെ വെള്ളത്തിനാണെങ്കിൽ അപ്പോഴും അപ്പുറത്ത് ഒരു കിണറ്റിൽ നിന്ന് കോരിക്കൊണ്ടിരിക്കുന്ന വെള്ളമില്ല, കുറുക്കൽ വെള്ളമാണ് കോരി കുടിക്കുന്നത്. പയ്യട, തോപ്പിൽ, തെന്നൂർ, ചൂട്ടയിൽ കുടിവെള്ള വിതരണ പദ്ധതികൾ യാതൊരു പ്രയോജനവും ചെയ്തില്ല. നിർമ്മാണത്തിലെ പിഴവുകളും ആസൂത്രണമില്ലായ്മയും ഒക്കെ ഇതിന് കാരണമായി. ഈ കിളിമാനൂർ പഞ്ചായത്തിൽ 4-5 ചെറിയ കുടിവെള്ള പദ്ധതികൾ നിലവിലുണ്ട്. പക്ഷേ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട 2 കോളനികൾ സ്ഥിതി ചെയ്യുന്ന തെന്നൂർ കോളനിയിലും അതുപോലെ തന്നെ മണ്ഡപക്കുന്ന് കോളനിയിലും പെട്ട 2 കുടിവെള്ള പദ്ധതിയും കാലങ്ങളായി മുടങ്ങിക്കിടക്കുന്ന അവസ്ഥയിലാണ്. കുഴൽക്കിണറുകൾക്കായി ചെലവിട്ടത് ലക്ഷങ്ങളാണെങ്കിലും പമ്പിങ്ങിലെ തകരാറുകൾ മൂലം ഉപയോഗപ്രദമല്ലാതെയായി. നിർമ്മാണത്തിലെ അഴിമതിയെക്കുറിച്ചാണ് നാട്ടുകാരിൽ ചിലർക്ക് പറയാനുള്ളത്. പഞ്ചായത്ത് വക കിണറുകളും നിരവധി കുളങ്ങളും മലീമസമായി കിടക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത. ACV ന്യൂസ്, കിളിമാനൂർ.